ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേവിഡ് ട്രിവിയൻസ്. അപ്പോൾ നമ്മൾ കുറേ നാളായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പേര് കേട്ടിരുന്ന ഒരു പടമാണ് നമ്മുടെ മമ്മൂക്കയുടെ പടം ടെർബോ. അതും വൈശാഖ് ഡയറക്റ്റ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഒരു ഇടിപ്പടമായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ആക്ഷൻ കോമഡി പടമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നാണ്. ദുബായിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ട്രെയിലർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത്. അപ്പോൾ എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം എങ്ങനെ എന്തൊക്കെ ആയിരിക്കും. നമ്മളെ മമ്മൂക്കയെ വിട്ട് മമ്മൂക്കയുടെ കൈ മുറിഞ്ഞതായിട്ടൊക്കെ കുറച്ച് ഒരു ന്യൂസൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസൊക്കെ ചെയ്തിട്ട് അപ്പം എന്താണെന്നുള്ളത് നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഓമ്പോ ഇത് മറ്റല്ല അയ്യോ ബിന്ദുപ്പണിക്ക് ഇത് ആടാ. എനിക്കൊന്ന് തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഉള്ള കലിപ്പ് വില്ലായി സൊല്ലേ. Just love this part. ടെർബോ അല്ലോ. ഞാനിവിടെ വീഴുവാണ്. എൻ്റെ കൂടെ ഒരു 10-15 പേര്. ഇത് മറ്റേ നമ്മളവിടെ സാറിന് പറഞ്ഞ ഡയലോഗ്. ലാസ്റ്റ് ഡയലോഗ് ഉണ്ട്. നമ്മൾ സാറിനെ പറയില്ലേ, ഒരടിയെങ്കിലും നമ്മൾ അടിച്ചിട്ടേ വരുള്ളൂ. ഇപ്പോൾ ഒരു 10 പേരിൽ നിന്ന് അടിക്കാനെ നമ്മൾ പറയില്ലേ, ഒരടിയെങ്കിലും നമ്മൾ അടിക്കും എന്നുള്ളതിൻ്റെ വേറൊരു വേർഷനാണ് കണ്ടത്. ട്രെയിലറ് കുറേ എന്തോന്ന് പറയാൻ, മമ്മൂട്ടി കൊള്ളാം കേട്ടോ. മമ്മൂട്ടി ഒരു രക്ഷയില്ല. കുറേ നാളായി മമ്മൂക്കയുടെ ഒരു മാസ് പടം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്ന രാജാതി രാജയാണെന്ന് തോന്നുന്നു. അല്ല, ഷൈലോക്ക് കിടിലുമായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണെന്ന് തോന്നുന്നു ടെർബോ. അപ്പോൾ അത് സംഭവം കൊള്ളാം. മമ്മൂക്ക ഒരു രക്ഷയില്ല. മമ്മൂക്കയെ വിട്ട് ആക്ഷൻ സീൻസൊക്കെ മമ്മൂക്കയൊക്കെ വിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. എന്തായാലും പണിയടിപ്പിച്ചിട്ടുണ്ട് ആക്ഷൻ സീൻസിൻ്റെയൊക്കെ. അത് കാണാനുണ്ട്. എന്തായാലും VFXും കാര്യങ്ങളും കാണും, എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ റോബോക്യാം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ വെച്ചിട്ട് ഷൂട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആക്ഷൻ സീൻസൊക്കെ. എന്തായാലും അടിപൊളിയായിരിക്കും. പക്ഷേ സ്റ്റോറിയൊന്നും ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവണല്ലോ എന്താണ് എവിടെയാണെന്നുള്ളത്. കുറേ കാറ് പോകുന്നു, ഓരോരുത്ത് പോയി അടിയുണ്ടാക്കുന്നു, അടി അടക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പോലീസ് പറയുന്നു, വില്ലനെ കാണിക്കുന്നു, ഇതൊക്കെ കാണിച്ചിട്ടുള്ളൂ. അപ്പം എന്താണെന്ന് കഥയോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും മനസ്സിലായിട്ടില്ല. സംഭവം മമ്മൂക്ക കിടിലമായിരിക്കും. എന്തായാലും ഈ വർഷവും മമ്മൂക്ക കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഫസ്റ്റ് ഡേ തന്നെ എന്തായാലും കാണാനുണ്ടോ. ഒന്നാമത് മെയിൻ വൈശാഖ്, പിന്നെ മമ്മൂക്കയുടെ മാസ് പടം. അപ്പോൾ അതൊക്കെ കൊണ്ട്, കാരണം ഈ പ്രായത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ.